5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വിശ്വസ്തരുടെ വിക്കറ്റുകൾ ഒന്നൊന്നായി വീഴുന്നു. വാഴുന്നോർ വീഴുമ്പോൾ ശിവശങ്കരൻ IAS വലിയ ആശയതലത്തിൽ വലിയ തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയേക്കാൾ സൂപ്പർ മുഖ്യമന്ത്രിയായി കാര്യങ്ങൾ ഫയലിൽ തീരുമാനമെടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഠപോനതാ കിടക്കുന്നു. ഒന്നാമത്തെ പടക്കം പൊട്ടി. തൃശ്ശൂർ പൂരം പോലെ ഏറ്റവും വലിയ വിശ്വസ്തനായ ശിവശങ്കർ വീണു. ഇനി ശിവശങ്കറിനെ സഹായിക്കുന്നതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ എക്സാൽ ലോജിക് പോലെയുള്ള വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെടുത്തി അവരുടെ ഡേറ്റ കമ്പനി അങ്ങനെ വരക്കാൻ IT ആണല്ലോ മേഖല. അങ്ങനെയും കൂടിയൊക്കെയാണ് ശിവശങ്കർ മുഖ്യമന്ത്രിയെ ചൂഷണം ചെയ്തത്. മുഖ്യമന്ത്രിയെ ചൂഷണം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റുകയും ചെയ്തത്. പക്ഷെ അവസാനം അത് മുഖ്യമന്ത്രിക്ക് തന്നെ വിനയായി അവിടെ നിന്ന് ആ വിക്കറ്റ് വീണു. ജയിലിലുമൊക്കെ കിടന്നു. അടുത്ത MR അജിത്കുമാർ അതിങ്ങനെ തട്ടി മുട്ടി ക്ലീൻ ബൗൾഡായി പിന്നെ ഓരോ ബാൾ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ അതാ വീണ്ടും വിജിലൻസിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയെന്ന് കേൾക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് വീണ്ടും കേസ് വരുന്നു പുള്ളിക്കെതിരെ. IPS വിജയനെതിരെയുള്ള കേസ് കള്ളമൊഴിയാണെന്ന് പറഞ്ഞ് അത് വേറെ കേസ് കിടക്കുന്നു. അങ്ങനെ തട്ടി മുട്ടി ഇങ്ങനെ സിംഗിൾ എടുത്ത് ക്രിക്കറ്റിൽ സിംഗിൾ എടുത്ത് പോകുമല്ലോ. ജയിക്കേ ഇല്ല തോക്കേ ഇല്ല അങ്ങനെ പോകുന്ന ഒരു ലൈനായിട്ട് MR അജിത്കുമാർ അതും ഒരു വിശ്വസ്തനാണ്. അടുത്ത വേറൊരു വിശ്വസ്തൻ പടക്കോ എന്ന് പറഞ്ഞ് വീണ്. അതാരാ? നമ്മുടെ എബ്രഹാം, ഡോക്ടർ KM എബ്രഹാം. അത് ക്ലീൻ ബൗൾഡായി പക്ഷെ പുറത്തു പോകില്ല, ഗ്രൗണ്ടിൽ തന്നെ നിൽക്കണം. ഞാൻ ഇനിയും കളിക്കൂ എന്നാണ് പറയുന്നത്. ഒരാൾ ബൗൾഡായ വിക്കറ്റ് തെറിച്ചാലെങ്കിലും പുറത്തു കൊണ്ടേ, പക്ഷെ പോവില്ല, കളി കലക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ 3 ആളുകൾ വീണു. ഓരോരുത്തരായി വീണുകൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തരെല്ലാം ചെന്ന് ഇതിൽ വീഴും. CM രവീന്ദ്രൻ വലിയ വിശ്വസ്തനാണ്. അദ്ദേഹവും വിവാദങ്ങളിൽപ്പെട്ടു. അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചു, കോടതിയിൽ വിളിപ്പിച്ചു, പോലീസ് വിളിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ വിശ്വസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ വിവാദങ്ങളിൽ ചെന്ന് വീഴുക. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചാൽ എന്താ സ്ഥിതി? ഇവരെയൊക്കെ എടുക്കുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി ഒരു വിജിലൻസ് വെച്ചിട്ട് കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടേ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിയാതെ ബന്ധുണ്ടെങ്കിൽ പോലും ഹർത്താലുള്ള എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് CM-ന് വരും. അന്ന് വരെ ഇന്നിപ്പോ വന്നാൽ നാളെ രാവിലെ ഇന്ന് രാവിലെ 10 മണിക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇന്നലെ രാവിലെ 10 മണി മുതൽ ഇന്ന് രാവിലെ 10 മണി വരെ സംസ്ഥാനത്ത് നടന്ന കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച സൂചകങ്ങൾ, വരുന്ന VVIPകൾ, അവർക്കുള്ള സുരക്ഷ, മറ്റു കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ IB റിപ്പോർട്ട് കൊടുക്കും മുഖ്യമന്ത്രിക്ക്. എല്ലാ ദിവസവും ചെല്ലുമെന്ന് പറയുന്നത്. അപ്പൊ ഈ വിശ്വസ്തരായ ആളുകൾ കള്ളന്മാരും കൊള്ളക്കാരുമായിട്ട് ഇരിക്കുമ്പോൾ അത് അറിയില്ലായിരുന്നു. ശിവശങ്കർ സെക്രട്ടേറിയറ്റിന്റെ അവിടെ നിന്ന് മൂന്ന് മൂക്കിന് താഴെയുള്ള റൂം ഉള്ള സ്ഥലത്തൊരു ഫ്ലാറ്റിൽ റൂം എടുത്ത് ഈ വികൃതികളെല്ലാം കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് അറിയാൻ കഴിഞ്ഞില്ലയോ? ഇന്റലിജൻസ് സംവിധാനം വെച്ചിട്ട് അജിത് കുമാറിന്റെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലയോ? ശരിയാണോ തെറ്റാണോ എന്ന്? ഞാൻ തെറ്റാണ് ശരിയാണെന്ന് പറയുന്ന ആളല്ല, പക്ഷേ ഈ കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നാട്ടിൽ. അതുപോലെ എബ്രഹാമിന്റെ കാര്യത്തിൽ ഹൈക്കോടതി തന്നെ പറയുകയാണ്. അപ്പൊ ഈ വിശ്വസ്തരെ വാഴുന്നവർ ആയിട്ടുള്ള ഓരോ വിശ്വസ്തരെല്ലാം വീഴുകയാണ്. ശരിക്കും വിശ്വസ്തർ തള്ളിയിടുന്നതാണോ, വഞ്ചിക്കുന്നതാണോ, എന്താണ് ചെയ്യുന്നത്? എന്താണ് ബോണ്ടേജ്? അതോ താങ്കൾക്ക് അങ്ങനെ വല്ല ദൗർബല്യമുണ്ടോ? അതായത് ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായി വിശ്വസിക്കും. അങ്ങനെയുണ്ട് ചില വ്യക്തിത്വങ്ങൾ. അത് വ്യക്തിത്വത്തിന്റെ ഒരു പ്രശ്നമാണ്, പേഴ്സണാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. അവർ ചില ആളുകളാണെങ്കിൽ നുണ കേൾക്കുന്നവരാണ്, ചില ആളുകളാണെങ്കിൽ മറ്റുള്ളവരിൽ ധാരാളമായി കുറ്റം കണ്ടെത്തുന്നവരാണ്, ചില ആളുകളിൽ നന്മ കണ്ടെത്തുന്നവരാണ്, ചിലരാണെങ്കിലോ കണ്ണടച്ച് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ശിവശങ്കർ കഴിവുള്ള ആളാണ്, എബ്രഹാം കഴിവുള്ള ആളാണ്, MR കഴിവുള്ള ആളുകളാണ്. അപ്പൊ അവരൊക്കെ കഴിവുള്ള ആളുകളെ നമുക്ക് വിശ്വസിക്കണം, കണ്ണ് അടച്ചങ്ങ് വിശ്വസിക്കണം എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അത് അബദ്ധമല്ലേ? മുഖ്യമന്ത്രി അത് ചെയ്യാൻ പാടുണ്ടോ? പിണറായി വിജയൻ അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? താങ്കൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ, രഹസ്യ ചാരന്മാരെ ആരെല്ലാം വെച്ച് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം. ഏതെല്ലാം തരത്തിൽ റിപ്പോർട്ട് എടുക്കാൻ കഴിയും? അങ്ങനെ എടുത്തിട്ടൊക്കെയാണോ ഇത് ചെയ്യുന്നത്? എങ്കിൽ അവർ ഈ അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് എന്തിനാണ്? അവരെ വിളിച്ച് ഉപദേശിക്കണ്ടേ? ഈ അബദ്ധങ്ങളിൽ പോയി ചാടിയാൽ എന്റെ വകുപ്പിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എബ്രഹാമിനൊക്കെ ഇരട്ടി മധുരമല്ലേ, ഇരട്ടി ഗോളല്ലേ അടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി റിട്ടയർ ആയതിനു ശേഷം മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു പോസ്റ്റ്, കിഫ്ബിയുടെ പോസ്റ്റ്. അപ്പൊ 2 പോസ്റ്റാണ് കൊടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് വിളിച്ച് പറയാം, മിസ്റ്റർ എബ്രഹാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടാവും, യു ഷുഡ് കറക്റ്റ് ഇറ്റ് എന്ന് പറയാം. പക്ഷെ അത് പറയുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അതോ പറയാനുള്ള ഒരു അർഹതയില്ലയോ? അങ്ങനെയുണ്ടല്ലോ, നമുക്ക് പറയണമെങ്കിൽ നമുക്കൊരു അർഹത വേണമല്ലോ. അപ്പൊ അവർ തിരിച്ചു ചോദിച്ചാലോ, സാർ എന്താ കാണിക്കുന്നത്, അല്ലെങ്കിൽ സാറിന് എന്റെ സഹായം ഞങ്ങൾ ചെയ്തു തരുന്നില്ലേ, പിന്നെ സാർ എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ
അല്ലെ എൻ്റെ സേവനം എടുത്തതല്ലേ സാർ, എൻ്റെ സഹായം എടുത്തതല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ മോശമല്ലേ? ഒരു പരസ്പര സഹകരണ സംഘമാണോ ഇത്? കൂട്ടായ്മയാണോ? അല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും വിശ്വസ്തരായിട്ടുള്ളവർ ഓരോരുത്തരായി വീഴുകയാണ്. അപ്പോഴും ബാക്കിയുള്ളവരെയൊക്കെ വിശ്വസിച്ചാണ് പോകുന്നത്. എന്താണ് ഇത് സംഭവിക്കുന്നത്? വളരെ കൃത്യമായി ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഒരു പുനർവചനം നടത്തണം. ഇപ്പൊ 24 മണിക്കൂർ സ്വപ്നം കാണുന്നത് തുടർ ഭരണം. ഇപ്പൊ ഉള്ള ഭരണം നന്നായി നടക്കട്ടെ. അതിനകത്തുള്ള കുഴപ്പങ്ങളും അഴുക്കുകളും വിഴുപ്പുകളും എല്ലാം ഇങ്ങനെ കിടക്കുമ്പോ അതെല്ലാം കളഞ്ഞിട്ട് തുടർഭരണം വരും. അതിന് സമയമുണ്ടല്ലോ ഇലക്ഷന്. അപ്പൊ ഇപ്പോൾ കൂടെയുള്ള വിശ്വസ്തരായിട്ടുള്ളവർ ഇനിയും ഉണ്ട് ആളുകൾ. അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകളാണ് താങ്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ ചൂഷണം ചെയ്യുന്നത്. ഇത് അനുവദിക്കാവുന്നതല്ല. എനിക്ക് തോന്നുന്നു താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെയൊക്കെ മീറ്റിംഗ് വിളിച്ച കർശനമായി കാര്യങ്ങൾ പറയണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമ്മളെ സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയണ്ടേ? അങ്ങനെ വല്ല കറക്റ്റീവ് മെഷേഴ്സ് നടക്കുന്നുണ്ടോ? സെക്രട്ടേറിയറ്റിൽ ധാരാളമുണ്ട്, അവതാരങ്ങളുണ്ട്, പല സീറ്റിന്റെ അടിയിലും ഭൂതങ്ങളുണ്ടെന്നൊക്കെയാണല്ലേ അങ്ങ് പറയുന്നത് പ്രസംഗിക്കുമ്പോൾ. അങ്ങയുടെ ഓഫീസിന്റെ പല സീറ്റുകളുടെ അടിയിലുള്ള ഭൂതങ്ങളെ അങ്ങ് കാണുന്നുണ്ടോ? വേതാളന്മാരെ കാണുന്നുണ്ടോ? അവതാരങ്ങളെ കാണുന്നുണ്ടോ? പല പേരുകളിൽ പല രൂപത്തിൽ അവരവിടെ കയറി പറ്റിയിട്ടുണ്ടല്ലോ. അതെല്ലാം അടിയന്തരമായി കണ്ടെത്തി ശുദ്ധീകരിക്കുക. വിശ്വസ്തർ വീഴുന്നുണ്ട്, ഓരോരുത്തരായി വീഴുന്നുണ്ട്. അടുത്ത വിശ്വസ്തൻ വീഴുന്നതിന് മുമ്പ് തന്നെ ഈ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുക. അത് നാടിന് ആവശ്യമാണ്, നമ്മുടെ സംവിധാനങ്ങൾക്ക് ആവശ്യമാണ്, താങ്കളുടെ പാർട്ടിക്ക് അത് ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അതുകൊണ്ട് പാർട്ടിക്ക് ഇത് ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിലേക്ക് താങ്കളുടെ ശ്രദ്ധ, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ അതിലേക്ക് വരട്ടെ. വളരെ ഗൗരവമായി ഞാൻ ഈ പറഞ്ഞ പോലെ വിശ്വസ്തരായി വച്ചിരിക്കുന്നവർ വഞ്ചിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അവർ പറ്റിക്കുന്നതാണെങ്കിൽ അത് കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ അവരെ പുറത്താക്കുക, അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. ഇനി അങ്ങനെ അല്ല എങ്കിൽ അവരെ കറക്റ്റ് ചെയ്തെടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെങ്കിലും ആലോചിക്കണം. ഒന്നുകിൽ പുറത്താക്കുക, മാറ്റി നിർത്തുക, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തെടുക്കുക. അല്ലാതെ സപ്പോർട്ട് ചെയ്താൽ, മൗനം തുടർന്നാൽ, തെറ്റ് ചെയ്യുന്ന ഒരാൾ തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാതെ തെറ്റ് കണ്ടുപിടിക്കുകയും തെറ്റ് കണ്ടുപിടിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്താതെ ഇരുന്നാൽ തെറ്റ് ചെയ്യുന്നവർ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്കത് ശരിയാണെന്ന് ബോധ്യത്തിലാണ് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഗൗരവമായി ആലോചിക്കുക. ഈ വാഴുന്ന വിശ്വസ്തരായിട്ടുള്ള ആളുകളെല്ലാം ഓരോരുത്തരായി വീഴുകയാണ്. ഓരോ വിക്കറ്റ് വീഴുമ്പോഴും താങ്കളും താങ്കളുടെ പാർട്ടിയും ഈ സംവിധാനവും സർക്കാരുമൊക്കെയാണ് പൊതുജനങ്ങളുടെ മുന്നിൽ അപഹാസ്യതരാകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം.